ലൂസിഫർ റീമേക്ക് ചെയ്യാൻ വേണ്ടി റൈറ്റ്സ് കൊടുത്ത ആ ഒരു വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കരുതുന്ന ഒരു സംഭവത്തിന് ശേഷം ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ വരാൻ കിടക്കുന്നതെന്നാണ് എനിക്ക് ഈ ഒരു ടീസർ അഥവാ ട്രെയിലർ കണ്ടപ്പോ തോന്നിയത്. ടീസറാണോ ട്രെയിലറാണോ ഇവിടെ? ടീസർ. എന്റെ പൊന്നളിയാ, പ്രേം കീടാണോന്ന്. ഇത് ഹിറ്റാ. ഏത് സിനിമ ഹിറ്റിന്റെ കാര്യമില്ല, ഇത് കണ്ടിരുന്നവൻ മറ്റേ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബോധം കെട്ടുകൂലേ, ആ അവസ്ഥയായിരിക്കും. അസല് കിങ് ഓഫ് ഓപ്പൺ ഹൈമേഴ്സ് ലോഡിങ് എന്നുള്ള രീതിയിലുള്ള ഒരു സാധനമാണ് എനിക്ക് ഫീൽ ആയത്. എടേ, ഇത് എന്തിന്റെ റീമേക്കാന്ന് നിങ്ങൾക്ക് അറിയണോ? പ്രേമല്ലു, ഭാവന സ്റ്റുഡിയോസ്. എന്തിന്റെ കേടാണോ നിങ്ങൾക്ക്? എന്തിന്റെ ഇത് കാര്യണ്ടായിരുന്നത്? എന്റെ പൊന്നെ, ഈ ടീസർ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇതിനകത്ത് അഭിനയിക്കുന്ന വീർ പഹാരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാൻവി കപൂറിന്റെ ബോയ് ഫ്രണ്ടും, പിന്നെ ഇവൻ നേരത്തെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഐമാക്സിൽ കണ്ടാണ്, അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് എന്റെ പൊന്നി, ഇവന്റെ ഒരൊറ്റ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. അതേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ അവസ്ഥ ഇതായിരുന്നു എന്റെ എക്സ്പ്രഷൻ. എന്റെ പൊന്നെ, 1 മിനിറ്റും 6 സെക്കൻഡുള്ള ടീസർ വന്നിട്ടുണ്ട്. 2 ഒക്ടോബർ എന്ത് ഗാന്ധി ജയന്തിക്ക് മിക്കവാറും ഉണ്ടല്ല, അങ്ങ് മൺമറഞ്ഞുപോയ ഗാന്ധിജി തിരിച്ചു വന്ന് അങ്ങേര് വല്ലതും ചെയ്തു കളയും. അതുപോലത്തെ അഹിംസയ്ക്ക് അറിയപ്പെടുന്ന അദ്ദേഹം അഹിംസ കൈവിടും ചിലപ്പോ. അമ്മാതിരി സാധനം. ഇവര് പ്രേമന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നടിയത് ഇത് എങ്ങനെ കണ്ടിരിക്കുന്നതാണ് ഞാൻ ആലോചിച്ചത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമല്. 3 തവണ തിയേറ്ററിൽ പോയി കണ്ടാണ്. അതുകൊണ്ട് എന്റെ പൊന്നെ, എനിക്ക് ഈ 1 മിനിറ്റ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. റീലോഡ് റോസ്റ്റും ഫിലിമി ഷേക്കൊക്കെ ബ്രേക്കിലായിരുന്നു. നിന്റെയൊക്കെ ഭാഗ്യോടെ സത്യമായിട്ട് ഞാൻ പറയണ, ഇത് എന്റെ പൊന്നെ, ബാക്കിയുള്ള ഇവിടത്തെ റോസ്റ്റ് ചാനല് ഇതൊന്ന് കാണേണ്ട വകയുണ്ടെന്ന് ഞാൻ പറയും. 1 മിനിറ്റ് ഇത് കാണിച്ചു തരട്ടോ. ഒന്നാമത് ചിച്ചോര എടുത്ത അതേ സെറ്റിൽ തന്നെ പോയി എടുത്തേക്കണമെന്ന് തോന്നുന്നുണ്ട്. പ്രേമലൊരു ഹോസ്റ്റലൊക്കെ കാണിച്ചിട്ട് ഏതോ മറ്റേ ബീഹാറാ ജാർഖണ്ഡിൽ നിന്നുള്ള ഏതൊരു ടീമിനെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് നമ്മുടെ തങ്കപ്പെട്ട സന്ദീപ് പ്രതാപ് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ എന്റെ പൊന്നെ, എനിക്ക് പ്രാന്ത് കാരണമാണ്. അമൽ ഡേവിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ അഭിനയിപ്പിച്ചേക്കാൻ കാരണം ഇതാണ്. അമൽ ഡേവിസ് ദിവൻ എന്നാ ഇവൻ ഒരു വികാരം ഇല്ലെന്നുണ്ട് ഇതിനകത്ത്. ഞാൻ ഈ ഫുൾ ടീസർ കണ്ടിട്ട് ഇവന് ഒറ്റ ഭാവം ഇതിനകത്ത് ഞാൻ മൊത്തത്തിൽ കണ്ടുള്ളൂ. ഒരേ ഒരു ഭാവം. ഏതോ വഴിയിൽ ഉറങ്ങി കിടന്നിരുന്നവനാ മറ്റേ വിളിച്ചു വന്നിട്ട് മോനെ ഒരു റോൾ ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടുവന്ന അവസ്ഥ. ഇവിടെ അമൽ ഡേവിസ് എന്ത് കിടലായിട്ടാ സന്ദീപ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താ അപരാധം പടച്ചു വെച്ചേക്കണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഇത് കൂടാതെ നസ്ലിനായിട്ട് ഇവൻ ഇതെന്താണ് മമിത ബൈജുള്ള ഹെയർ സ്റ്റൈലും കൊണ്ട് നസ്ലിൻ വന്നേക്കുന്ന എന്താണ് സംഭവം? ഇത് നമ്മുടെ പ്രേമലൂർ മമിത മറ്റേ ഒരു ഫ്രിഞ്ച് ടൈപ്പ് ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നില്ലേ, അതിനകത്ത് നായകനെയാണ് ആ ഹെയർ സ്റ്റൈൽ. എന്താണ് ഇത്? എനിക്ക് ഡോറ ബുജിനെ ഓർമ്മ വന്നു. ഡോറ ബുജി ആയിട്ട് ഇവനെ കൊണ്ടേ അഭിനയിപ്പിക്കാൻ കൊള്ളാം. ഈ ആരാടാ ഇത്? ഡോറ ബുജി പ്രേമല്ലു റീമേക്ക് ചെയ്യാൻ വന്ന അവസ്ഥ. എന്താണ് കാണിക്കണത്? ഇങ്ങനെ ആ പാർട്ടി സീനാണ് കാണിക്കണെന്നുള്ളത്. പൊന്നെ, ഇതിനകത്ത് 3 പെൺപിള്ളേരെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏതോ ഒരെണ്ണം നായികയാണ്. ഇതാണ് നായിക എന്നുള്ളത്. ഇത് നായികയുടെ കൂട്ടുകാരികൾ. ഏത് മറ്റേ അപ്പുറം നടക്കൂലേ, പ്രേമല്ലൂര് അഭിനയിച്ചവരും അതിന്റെ ഭാഗമായിട്ടുള്ള കാസ്റ്റങ്ങളും. ദേവി, ഇത് നിങ്ങള് ഈ ഒരു സാധനം കാണല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്റെ പൊന്നോ, നിങ്ങക്ക് സഹിക്കാൻ പറ്റില്ല. ഗിരീഷ് എന്റെ പൊന്നളിയാ, ദേവി ഇത് കാണല്ലേ. നിങ്ങൾ എടുത്തു വെച്ച സാധനം ഇവരെന്താ കാഴ്ച വെച്ചാൽ കണ്ട ഇവൻ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് വികാരം നിങ്ങൾക്ക് ഉണ്ടാവുമ്പോഴെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കെന്തായാലും കരച്ചിലാണോ, ചിരിക്കണോ, കരയണോ, എന്താടേ ഇത്? ഓ, ഇത് പിന്നെ കുഴപ്പമില്ല ഗ്യാസില്. മറ്റേത് തനി ഡോറ ബുജി. ഇത് ഡോറ ബുജി തന്നെ. ഇത് കണ്ടില്ലേ? ഹായ്, ഇപ്പത്തെ മറ്റേ കൊരങ്ങണം കയ്യിൽ മറ്റേ ഒരു മറ്റേ മുതുകത്ത് ബാഗ് ഉണ്ടെങ്കിൽ ഡോറ ബുജി അത് തന്നെ. ഇത് ഡോറ ബുജ്ജൻ. എന്റെ പൊന്നറിയാ. അമൽ ഡേവിസ് എന്നുള്ള ക്യാരക്ടർ ഇതിനകത്ത് മറ്റേ നിർഗുണ നിർവികാര ഡേവിസ്.
ആ സീൻ. ഡോറാ ബുജി ഇതിനകത്ത് വെള്ളം ഒടിച്ച് കിടക്കൽ മാത്രമേ ഉള്ളൂ. മറ്റേല് മിനി ആണെങ്കിൽ ഇതിനകത്ത് കാർബോക്സ് ആണ് മോഡൽ. അല്ല അതിന് കാർബോക്സ് ആണ് മോഡൽ. എന്റെ പൊന്നെ, ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഏതവനാടാ? എടോ താൻ പ്രേമലു കണ്ടിട്ടില്ലേ? എനിക്കതാണ് മനസ്സിലാകാത്തത്. ഓഹ്, ഇതിനകത്ത് എന്റെ മുന്നേ രാകേഷ് ബേഡിനെ ഏത് ദുരന്തം അഭിനയിച്ച മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു ദുരന്തം അഭിനയിപ്പിച്ച് വെച്ചേക്കണത്. എന്റെ പൊന്നോ, എനിക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് കണ്ടിട്ട്. ഓഹ്, ദുരന്തറിലൂടെ കംബാക്ക് നടത്തിയ രാകേഷ് ബേഡിയെ ഗോബാക്ക് അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ആണത്. ഇതാണ് നമ്മുടെ നായിക മമിത ബൈജു. ഇതിനകത്ത് ഇൻട്രൊഡ്യൂസിങ് ഇത് പുതിയ നടിയാണ്. അതിന്റെ പേരെന്താണ്? ഇത് കുഴപ്പമില്ല, നടി കാണാൻ പിന്നെയും കുഴപ്പമൊന്നുമില്ല. ആഫിയ സെയ്ദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മമിത എന്താണ് അഭിനയിച്ചത്? ഇതെന്തോ കാണിക്കണത്? എനിക്ക് ഇവനെ സഹിക്കാൻ പറ്റുന്ന എന്താണ് കാണിക്കണത്? ഇതേ വീണ്ടും ഡോറാ ബുജി. ഹായ്, ഇവനെ കണ്ടിട്ട് എനിക്ക് ഡോറാ ബുജിനെ മാത്രമല്ല, ഡോറാ ബുജി മാത്രമല്ല, നിങ്ങൾ തന്നെ നോക്ക്. സത്യം പറ, നിങ്ങൾ പറയുന്നുണ്ട് ഇത് മറ്റേ എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ മാറിപ്പോയെന്നുണ്ട്. മറ്റേ കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റ് മാറിപ്പോയി. മമിത ബൈജിയുടെ ഹെയർ സ്റ്റൈല് എന്താണ് നായകനും കൊടുത്ത്, നസ്ലിന്റെ ഹെയർ സ്റ്റൈൽ നായകനും കൊടുത്തുന്നുണ്ട്. എന്താണിത്? തനി ഡോറാ ബുജി. ഡോറാ ബുജ്ജ് സൂപ്പറാണ്. പ്രേം കീടാണ്. ഇത് കീടാണോ അല്ല, ഇത് ഡോമെക്സ്. അസല് ഓപ്പൺ ഹൈമർ ലോഡിംഗ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കീടാണോ അല്ലേ? ഇത് അണുപോലെ അത് ഗക്കാൻ പോട്ടെ. അതെ, ഇതാരെന്നറിയോ? അപർശക്തി ഖുറാന. ഏത്? ആയുഷ്മാൻ ഖുറാനയുടെ അനിയൻ. നല്ലപോലെ അഭിനയിക്കുന്നവനാണ്. അവന് കൊടുത്തിരിക്കുന്ന റോൾ ഏതാണെന്നറിയാമോ? ഏതായിരിക്കും റോൾ? ഇത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് ഇത് ആരുടെ റോളാന്നുള്ളത്. അതാണ് റോള്. എന്റെ പൊന്നെ ഭാവന സ്റ്റുഡിയോസ്, എന്റെ പൊന്നെ പ്രേമലു ടീം. എന്തിന് വൈ ക്യാ വരാതെ ഇത് കാര്യമില്ലടാ. ആ പ്രേമലു രണ്ടാം ഭാഗം എടുത്താൽ പോരായിരുന്നില്ല? ഇത് കൊണ്ടുപോയി അങ്ങോട്ട് കൊടുത്തതിന് പകരം. ഒന്നും പറയാനില്ലേ. ഒക്ടോബർ 2-ാം തീയതി ഞാൻ പറഞ്ഞേ, ഗാന്ധി ജയന്തിക്ക് മിക്കവാറും എല്ലാരും വിഷു ആഘോഷിക്കേണ്ടി വരും. അമ്മാതിരി വെടിക്കെട്ടായിരിക്കും ചിലപ്പോ. ഓഹ്, എനിക്ക് തലവേദന എടുക്കണം. ഞാൻ പോട്ടെ, ശരി, ടാറ്റ.